ഹൂതി ഭീകരർ മിസൈൽ ആക്രമണം നടത്തിയ ബ്രിട്ടീഷ് എണ്ണ കപ്പലിനെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ സൈന്യം. ഇന്ത്യൻ നേവിയുടെ ഐതിഹാസികമായ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 22 ഇന്ത്യൻ പൌരന്മാരും ഒരു ബംഗ്ലാദേശി പൌരനും ഉണ്ടായിരുന്ന എണ്ണക്കപ്പലിന്റെ ഉള്ളിൽ ഇന്ത്യൻ നേവി കയറുകയും കപ്പലിനെയും ജീവനക്കാരെയും രക്ഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുകയുമായിരുന്നു. മാർഷൽ ഐലൻഡ് എന്ന എണ്ണക്കപ്പലിൽ ഹൂതികൾ വിട്ട മിസൈൽ നേരിട്ട് പതിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS വിശാഖപട്ടണം പടക്കപ്പലാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. ഏതൻ കടലിടുക്കിലാണ് തകർന്ന കപ്പൽ. ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് തീ പിടിക്കുകയായിരുന്നു. തീ അണയ്ക്കുന്നതിനായി ഇന്ത്യയുടെ INS വിശാഖപട്ടണം ആണവ ജൈവരാസ കെമിക്കലുകൾ ഉപയോഗിക്കുകയായിരുന്നു. ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യക്കാരെയും ഒരു ബംഗ്ലാദേശി ജീവനക്കാരനെയും രക്ഷപ്പെടുത്തി. ഗൾഫ് ഓഫ് ഏദനിൽ വിന്യസിച്ചിരുന്ന INS വിശാഖപട്ടണം ദുരന്തത്തിലായ വ്യാപാര കപ്പൽ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് സഹായത്തിനെത്തിയത്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാപാര കപ്പലുകൾ സംരക്ഷിക്കുന്നതിനും കടലിലെ ജീവിത സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഇന്ത്യൻ നാവികസേന പറഞ്ഞു. വീണ്ടും കടൽ കരുത്തിൽ ഭാരതം ഒരു പൊൻതൂവൽ കൂടി ശിരസിൽ ഏന്തിയിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മിസൈൽ വേധ യുദ്ധക്കപ്പലായ INS വിശാഖപട്ടണം ഏതൻ ഉൾക്കടലിൽ വിന്യസിക്കുകയായിരുന്നു. 23 ജീവനക്കാരാണ് മർലിൻ ലുവാൻഡ എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കുന്നതിനും കടലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നാവികസേനയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നാവികസേനാ സംഘം എണ്ണക്കപ്പലിലെ തീകെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ജനുവരി 26-നാണ് ഏതൻ ഉൾക്കടലിൽ വെച്ച് മർലിൻ ലുവാൻഡ എണ്ണക്കപ്പലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഹൂതി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് ഹൂതികൾ വീണ്ടും കപ്പലുകൾക്ക് നേരെ തിരിഞ്ഞത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനിടെ ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കുന്നത് സംബന്ധിച്ച ആശങ്കകൾക്കിടയിലാണ് ഈ സംഭവം. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ ഇത്തരം സംഭവങ്ങളെ ശക്തമായി നേരിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 18-ന് ഏതൻ ഉൾക്കടലിൽ മറ്റൊരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യ INS വിശാഖപട്ടണത്തെ വിന്യസിക്കുകയും സഹായം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. അത്യുഗ്ര ജ്വലനശേഷിയുള്ള നാഫ്തയായിരുന്നു കപ്പലിൽ. അഗ്നിശമന വിദഗ്ധരുമായി ഇന്ത്യയുടെ INS വിശാഖപട്ടണം കപ്പലിന് സമീപമെത്തി. താമസിയാതെ തീയണയ്ക്കുകയും 22 ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശിയും അടങ്ങിയ ജീവനക്കാരെ രക്ഷിക്കുകയും ചെയ്തു. ജനുവരി 17-ന് ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിനിരയായ ജെൻപോ പിക്കാഡി എന്ന കപ്പലിനെ രക്ഷിക്കാനും INS വിശാഖപട്ടണം രംഗത്തെത്തിയിരുന്നു. മലയാളിയായ ക്യാപ്റ്റൻ ബ്രിജേഷ് നമ്പ്യാരാണ് ഇതിനെ കമാൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഹൂതികൾ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രയേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനെ തുടർന്നാണ് ഇവ. പല കപ്പൽ കമ്പനികളും ഈ റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ തുറമുഖവും പ്രധാന എണ്ണ വ്യവസായ ഹബ്ബുമായ റാസിസയിൽ ബ്രിട്ടനും US-ഉം ആക്രമണം നടത്തി. ചെങ്കടലിലേക്ക് ആക്രമണ സജ്ജമാക്കിയിരുന്ന ഒരു കപ്പൽ വേധ മിസൈൽ നശിപ്പിച്ചെന്നും US അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.